ഇടുക്കി ഉടുമ്പൻചോലയിൽ ഇരട്ട വോട്ടുണ്ടായെന്ന കോൺഗ്രസിന്റെ ആരോപണം വ്യാജമെന്ന് CPIM. പുറത്തുവിട്ട രേഖകൾ വ്യാജമാണെന്നും യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന് വ്യാജ ഐഡികൾ ഉണ്ടാക്കിയവർക്ക് ഈ തെളിവുകൾ ഉണ്ടാക്കുന്നത് നിസ്സാരമാണെന്നും ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സഭതല തെറ്റുമ്പോൾ ഇത്തരം ചില അഭിപ്രായ പ്രകടനമൊക്കെ നടത്തും. ആ അഭിപ്രായ പഠനത്തിനൊന്നും യാതൊരു വില കൊടുക്കേണ്ട കാര്യമില്ല എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായ രാഹുൽ മാങ്കൂട്ടം മത്സരം ജയിക്കാൻ വ്യാജ ഐഡിയ ഉണ്ടാക്കിയ കോൺഗ്രസിന് പിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ 4 വ്യാജ ഐഡിയ ഉണ്ടാക്കിക്കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ള വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് വ്യാജ ഐഡിയ ഉണ്ടാക്കുന്ന കാര്യത്തിലോ വ്യാജരേഖ ഉണ്ടാക്കുന്ന കാര്യത്തിലോ അവരെയോടൊന്നും എത്താൻ ഞങ്ങൾക്ക് പറ്റില്ല. അതുകൊണ്ട് രാഹുൽ വിജയനാണ് ചേരുന്നത് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങളുമായി. രാഹുൽ, ഇതൊരു പ്രതിരോധിക്കൽ തന്നെയാണ്. കാരണം ഇത്ര വലിയ പ്രശ്നങ്ങൾ, വോട്ട് തട്ടിപ്പ്, ക്രമക്കേടൊക്കെ ഉയർത്തി പാർട്ടി തന്നെ വലിയ രീതിയിൽ BJPയെ പ്രതിരോധത്തിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇങ്ങനൊരു ആരോപണം. അത് തികച്ചും ആരോപണം മാത്രമാണെന്ന് പാർട്ടി പറയുന്നു. സ്മിത, തീർച്ചയായിട്ടും ഇടുക്കിയിലെ CPIMനെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് ഇന്നലെയാണ് കോൺഗ്രസ് നേതാക്കൾ ചില രേഖകൾ, അതായത് ഇലക്ഷൻ ID കാർഡ്, ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിൽ ഇരട്ട വോട്ട് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചില തെളിവുകൾ സഹിതം പുറത്തുവിട്ടത്, ഈ വാർത്ത പുറത്തുവിട്ടത്. പിന്നാലെ വലിയ ചർച്ചയാവുകയും ചെയ്തു. എന്നാൽ ഇരട്ട വോട്ടെന്ന സമ്പ്രദായം അല്ലെങ്കിൽ ഇരട്ട വോട്ട് എന്നത് ഉടുമ്പൻചോല മണ്ഡലത്തിലില്ല. കോൺഗ്രസ് പലപ്പോഴായി തോറ്റതിന്റെ വിഷമം തീർക്കാൻ വേണ്ടി പലതരത്തിലുള്ള കഥകൾ മെനയുകയാണ് എന്നുള്ളതാണ് CPIMന്റെ ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഇന്നലെ പുറത്തുവിട്ട രേഖകൾ എന്ന് പറയുന്നത്, അതായത് തിരിച്ചറിയൽ കാർഡുകൾ തമിഴ്നാട്ടിലെ ബോഡിനായ്ക്കനൂർ മണ്ഡലത്തിലും ഉടുമ്പൻചോല മണ്ഡലത്തിലും ഒരേ പേരിൽ ഒരേ ഫോട്ടോ വെച്ച് ID കാർഡുള്ള ആളുകളുടെ വിവരങ്ങളാണ് പുറത്തുവിട്ടത് കോൺഗ്രസ്. അത് വ്യാജമായി ഉണ്ടാക്കിയതാണ്. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന് വ്യാജ ID ഉണ്ടാക്കി പരിശീലനം ലഭിച്ചിട്ടുള്ള ആളുകൾക്ക് ഇതത്ര വലിയ സംഭവമല്ല എന്നും CV വർഗീസ് പറഞ്ഞിട്ടുണ്ട്. ഉടുമ്പൻചോലയിലെ ഇരട്ട വോട്ട് ആരോപണം മാത്രമാണെന്നാണ് ഇപ്പോൾ CPIM പറയുന്നത്. രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.